സജ്ജനങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് നാരായണീയത്തിലെ ദശകം 21 നവവർഷങ്ങളും സപ്തദീപാദികളും. ഋഷഭയോഗീശ്വരൻ്റെ കഥ വിവരിച്ച 20-ാം ദശകത്തിന് ശേഷം നാരായണീയത്തിൽ 21-ാം ദശകത്തിൽ വിവരിക്കുന്നത് ഭൂമിയിലെ നവഖണ്ഡങ്ങളെക്കുറിച്ചും സപ്തദ്വീപുകളെയും കുറിച്ചാണ്. ഈ ദശകത്തിലെ ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓരോ ശ്ലോകം ചൊല്ലുമ്പോഴും ഈ അർത്ഥം നമ്മൾ മനസ്സിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഭൂമിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതും ശ്രീപാർവതി മുതലായ വനിതകൾ മാത്രം വസിക്കുന്നതുമായ ഇളാവൃതമെന്ന ഭൂഖണ്ഡത്തിൽ മന്ത്രങ്ങളെ കൊണ്ടും സ്തോത്രങ്ങളെ കൊണ്ടും ഉപാസിക്കപ്പെടുന്ന സംരക്ഷണമൂർത്തിയായ നിന്തിരുവടിയെ ഞാൻ ആശ്രയിക്കുന്നു എന്നാണ് ശ്രീമൻ നാരായണ ഭട്ടതിരിപ്പാട് 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇളാവൃതത്തിന് കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ഭദ്രാശ്വം എന്നു പേരുള്ള ഭൂഭാഗത്തിൽ ഭദ്രസ്രവസ്സുകൾ എന്ന മഹർഷിമാരാൽ സ്തുതിക്കപ്പെടുന്നവനും കൽപ്പാന്തകാലത്തിൽ കാണാതായ വേദങ്ങളെ ഉദ്ധരിക്കുന്നതിൽ സമർത്ഥനുമായ ഹയഗ്രീവ സ്വരൂപിയുമായ ഭഗവാനെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ഹയഗ്രീവ സ്വരൂപിയായ ഭഗവാനെയാണ് ഉത്തരേന്ത്യയിൽ വൈഷ്ണവ വിഭാഗം ആരാധിക്കുന്നതെന്ന് പറയപ്പെടുന്നു. മധുകൈതവന്മാർ എന്ന പേരിൽ അറിയപ്പെട്ട അസുരന്മാർ ബ്രഹ്മാവിൽ നിന്ന് വേദം കട്ടെടുത്തുകൊണ്ട് പോവുകയും തുടർന്ന് ഹയഗ്രീവ സ്വരൂപിയായ ഭഗവാൻ അത് വീണ്ടെടുത്ത് നൽകിയെന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. തെക്കു ഭാഗത്തുള്ള ഹരിവർഷമെന്ന ഭൂഭാഗത്തിൽ പ്രഹ്ലാദൻ മുതലായ ഭക്തന്മാരാൽ പരിസേവിക്കപ്പെടുന്നവനും വെളുത്തുയർന്ന ശാന്തസുന്ദരമായ സ്വരൂപത്തോടു കൂടിയവനും ഉത്കൃഷ്ടമായ അദ്വൈത ജ്ഞാനത്തെ നൽകുന്നവനും നരസിംഹസ്വരൂപിയുമായ നിന്തിരുവടിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പടിഞ്ഞാറ് ഭാഗത്തുള്ള കേതുമാലം എന്ന പ്രദേശത്ത് ലീലാവിശേഷങ്ങളാലും ചേതോഹരമായ മന്ദസ്മിതം കൊണ്ട് ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയവനും ലക്ഷ്മീദേവിയാലും പ്രജാപതിയുടെ പുത്രന്മാരാലും പരിസേവിക്കപ്പെടുന്നവനും അവരുടെ സന്തോഷത്തിനു വേണ്ടി കാമദേവ സ്വരൂപത്തെ കൈക്കൊണ്ടവനുമായ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് 4-ാം ശ്ലോകത്തിൽ പറയുന്നത്. വടക്ക് ഭാഗത്തുള്ള ഏറ്റവും മനോഹരമായ രമ്യകം എന്ന പ്രദേശത്തിൽ ആ പ്രദേശത്തിന് അധിപതിയായ വൈവസ്വത മനുവിനാൽ ആരാധിക്കപ്പെടുന്നവനും ഭക്തവത്സലനും മത്സരബുദ്ധി ഇല്ലാത്തവരുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നവനും മത്സ്യരൂപം കൈക്കൊണ്ടിരിക്കുന്നവനുമായ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് 5-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഉത്തരപ്രദേശത്തുള്ള ഹിരൺമയം എന്ന ഭൂഖണ്ഡത്തിൽ അധിവസിക്കുന്നവനും മന്ദരമെന്ന മാമലയെ ധരിക്കുന്നതിന് കഴിവുള്ളതുമായ കൂർമ്മസ്വരൂപിയായതും പിതൃഗണങ്ങളിൽ മുഖ്യനായ ആര്യമാവാൽ ആരാധിക്കപ്പെടുന്നവനുമായ നിന്തിരുവടിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് 6-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഉത്തര കുരുക്കൾ എന്ന സ്ഥലത്ത് പ്രിയഭക്തിയായ ഭൂമിദേവിയാൽ ദിവ്യങ്ങളായ മന്ത്രങ്ങളാലും സ്തോത്രവിശേഷങ്ങളാലും ആരാധിക്കപ്പെട്ടവനും തേറ്റയുടെ അഗ്രം കൊണ്ട് ഉരയ്ക്കപ്പെട്ട മേഘപൃഷ്ഠങ്ങളോടും അത്യുന്നതമായ ശരീരത്തോടു കൂടിയവനും ജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്ന യജ്ഞവരാഹമൂർത്തിയായ നിന്തിരുവടി എന്നെ കാത്തരുളയണമേ എന്നാണ് 7-ാം ശ്ലോകത്തിൽ പറയുന്നത്. തെക്കു ഭാഗത്തുള്ള കിംപുരുഷം എന്ന പ്രദേശത്ത് ദൃഢമായ ഭക്തിയോട് കൂടിയ ശ്രീ ഹനുമാനാൽ പരിസേവിക്കപ്പെട്ടവനും സീതാദേവിക്ക് ഏറ്റവും മനോഹരവും ആശ്ചര്യകരവുമായ രൂപത്തോടു കൂടിയവനുമായ ശ്രീരാമചന്ദ്ര സ്വരൂപനായി വിളങ്ങുന്ന നിന്തിരുവടി എന്നെ പരിപാലിക്കണമേ എന്നാണ് 8-ാം ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ശ്രീ നാരദ മഹർഷിയാൽ ഭാരതഖണ്ഡത്തിലെ പ്രധാന ഭക്തന്മാരോടുകൂടി സാങ്ക്യം, യോഗം, സ്തുതി എന്നിവയാൽ സേവിക്കപ്പെടുന്നവനും പ്രളയം വരെ സജ്ജനങ്ങളെ പരിപാലിക്കുന്നവനും നരനോട് കൂടിയ നാരായണമൂർത്തിയായ നിന്തിരുവടി കാത്തരുളയണമേ എന്നാണ് 9-ാം ശ്ലോകത്തിൽ പറയുന്നത്. പ്ലക്ഷദ്വീപിൽ ആദിത്യ സ്വരൂപിയായും ശാൽമലദ്വീപിൽ ചന്ദ്രരൂപിയായും കുശമെന്ന ദ്വീപിൽ അഗ്നിരൂപനായും ക്രൗഞ്ചദ്വീപിൽ വരുണരൂപിയായും ശാഖദ്വീപിൽ വായുസ്വരൂപിയായും പുഷ്കരദ്വീപിൽ ബ്രഹ്മമൂർത്തിയായും നിന്തിരുവടിയെ ജനങ്ങൾ ഭജിക്കുന്നു എന്നാണ് 10-ാം ശ്ലോകത്തിൽ പറയുന്നത്. വാൽ തുടങ്ങിയ അവയവങ്ങളുള്ള ധ്രുവൻ മുതലായ എല്ലാ നക്ഷത്രങ്ങളോടും ഗ്രഹങ്ങളോടും കൂടിയ ശിംശുമാര സ്വരൂപത്തോടു കൂടിയവനുമായ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ എൻ്റെ നരകത്തെ തടുക്കണമേ എന്നാണ് 11-ാം ശ്ലോകത്തിൽ പറയുന്നത്. പാതാളത്തിൻ്റെ അടിത്തട്ടിൽ ഇളകുന്ന കുണ്ടലത്തോടുകൂടി ശോഭിക്കുന്നവനും 1000 ശിരസ്സുകളോടു കൂടിയവനും നീലവസ്ത്രധാരിയായവനും നാഗകന്യകകളാൽ ചുറ്റപ്പെട്ടവനുമായ ആദിശേഷ സ്വരൂപിയായ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു. ഗുരുവായൂരപ്പ, എൻ്റെ രോഗങ്ങളെ വേരോടെ നശിപ്പിക്കണമേ എന്നാണ്
12-ാം ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ചൊല്ലിത്തുടങ്ങിയാലോ? ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ഓം നമോ ഭഗവതേ വാസുദേവായ. മധ്യോത്ഭവേ ഭുവയിളാവൃത നാംനി വർഷേ ഗൗരി പ്രധാന വനിതാ ജനമാത്രഭാജി ശർവേണ മന്ത്രനുദുഭി സമുപാസ്യമാനം സംഘർഷണാത്മകമതീശ്വര സംശ്രയേ ത്വാം. ഭദ്രാശനാമകൈളാവൃതപൂർവവർഷേ ഭദ്രസ്രവോऽഭി ഋഷിഭിः പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണപ്രവീണം ധ്യായാമി ദേവഹയശീർഷതനും ഭവന്തം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈർപരിഷേവ്യമാണം ഉത്തുംഗശാന്തധവളാകൃതിമേകശുദ്ധാ ജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. വർഷേ പ്രതീചിലളിതാത്മനി കേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. രമ്യേ ഹ്യുദീജി ഖലു രമ്യകനാംനി വർഷേ തദ്വർഷനാദമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുഭാന്തം മത്സ്യാകൃതിം ഭുവനനാഥ ഭജേ ഭവന്തം. വർഷം ഹിരണ്മയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മടകാമടാംഗം സംസേവിതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. കിം ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുദിപ്രഭേദൈ ദംഷ്ട്രാഗ്രഹൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. യാമ്യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാഖ്യയോഗനുദുഭിः സമുപാസ്യമാനാ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. പ്ലാഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദീപേ ഭജന്തി കുശനാമനി വന്യരൂപം ക്രൗഞ്ചേംബുരൂപമദവായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമഭി പുഷ്കരനാംനി ലോകാ സർവൈർധ്രുവാദിഭിരുഡു പ്രഗരൈർഗ്രഹൈഃ ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനേ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈകകുണ്ടലവിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിർ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാഥ. ശ്രീഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പെട്ടെന്ന് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.